ഇന്ന് റിപ്പയറിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഡൈനാടെക്കിൻ്റെ ആക്റ്റീവ് സ്പീക്കറിൻ്റെ ഒരു ആംപ്ലിഫയർ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിനകത്ത് HF വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഈ ആക്റ്റീവ് സ്പീക്കറിനെ നമ്മൾ മോണിറ്റർ എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ നമുക്ക് മെയിൻ പാർട്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതിൻ്റെ കണക്ഷനുകളൊക്കെ ഒന്ന് നോക്കാം. ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡാണ്, അതിൻ്റെ വയറുകളാണ്. ഇത് നമുക്ക് നമ്മുടെ ഓഡിയോ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ വരുന്ന ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്ന പവറും സിഗ്നലും ഒക്കെ പോകുന്ന ലൈനാണ്. അതേപോലെ ഇതാണ് നമ്മുടെ HFൻ്റെ പോസിറ്റീവ് ലൈൻ ഔട്ട്. ആ കാണുന്നതാണ് HFൻ്റെ IC. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അഴിച്ച് എടുക്കുകയും വേണം. നമ്മൾ ഈ ഹീറ്റ് സിങ്കിൽ നിന്ന് ബോർഡ് ഇളക്കുന്നതിന് മുമ്പ് എല്ലാ കണക്ഷനുകളൊക്കെ നോക്കാം. ഈ 2 ബ്ലൂ വയർ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നതാണ്, 60 വോൾട്ട് ആണ്, രണ്ടും 60. ഈ ബ്ലാക്ക് വയറാണ് സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിൻ്റെ. അതിൻ്റെ കൂടെ തന്നെ 2 ബ്ലാക്ക് വയർ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ട്യൂട്ടറിനുള്ള ഗ്രൗണ്ടും പിന്നെ വൂഫറിനുള്ള ഗ്രൗണ്ടും. അതിനോട് ചേർന്ന് കാണുന്ന ആ റെഡ് വയറാണ് നമ്മുടെ വൂഫറിലേക്കുള്ള വയറാണ്. LF ഔട്ടായിട്ട് വരുന്നത്. LF അതായത് ലോ ഫ്രീക്വൻസി ഔട്ട് വരുന്നത് വൂഫർ സ്പീക്കറിലേക്ക് പോകുന്ന വയറാണ്. അതേപോലെ തന്നെ ട്യൂട്ടറിൻ്റെ ഗ്രൗണ്ടും പിന്നെ 3 റെഡ് വയർ ബ്ലാക്ക് വയറുകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ കാണുന്ന 2 റെഡ് വയർ നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 28 വോൾട്ട് AC ഇൻപുട്ട് കൊടുത്തേക്കുമാണ്. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന കറുത്ത കട്ടയാണ്. 2 സൈഡിലും 2 റെക്ടിഫയർ കൊടുത്തിട്ടുണ്ട്, റെക്ടിഫയർ IC കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ HF സൈഡ് വർക്ക് ചെയ്യുന്നത് ഒരു 35 വോൾട്ടിലാണ്. നമ്മുടെ ഈ ട്രാൻസ്ഫോമറിനകത്ത് അതിൻ്റെ എല്ലാ വയറിൻ്റെയും വോൾട്ടേജ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൂ 60 വോൾട്ട്, റെഡ് 28 വോൾട്ട്, ബ്ലാക്ക് 0, അതേപോലെ തന്നെ റെഡ്, ബ്ലൂ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ വോൾട്ടേജുകളെല്ലാം കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ ബോക്സിലേക്കുള്ള കണക്ഷൻ പറയാൻ വിട്ടുപോയി. ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയാണ്, അത് അവിടെയാണ് കുത്തുന്നത്. അതേപോലെ ഈ സിഗ്നൽ പിന്നെ ഈ ബോക്സ് വർക്ക് ചെയ്യാനുള്ള പവറും എല്ലാം ഈ വയറിൽ കൂടെയാണ് വരുന്നത്. അത് കുത്താനുള്ള പിന്നാണ് നമ്മൾ കാണുന്ന നീളമുള്ള പിന്ന് മുകളിൽ ചേർത്ത്. ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ 2 പിന്ന് വരുന്ന ഒരു കണക്ടർ കാണുന്നുണ്ട്. അത് നമ്മുടെ ഡൈനാടെക്കിൻ്റെ ഒരു ഫ്രണ്ടിലൊരു നമ്മുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ലൈറ്റ് ഉണ്ട്, അത് കത്താൻ വേണ്ടിയുള്ള കണക്ഷൻ കൊടുക്കുന്നതാണ്. അത് നമ്മുടെ സ്പീക്കർ ബോക്സിനടുത്താണ് അതിൻ്റെ വയർ കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ പ്ലേറ്റ് മാത്രം ആംപ്ലിഫയർ സെക്ഷൻ മാത്രം ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഹീറ്റ് സിങ്കിൽ നിന്ന് നമ്മുടെ ബോർഡെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ HFൻ്റെ IC പൊട്ടിയിരിക്കുകയാണ്. കാണുമ്പോൾ അതിൻ്റെ നടുക്കൊരു പൊട്ടൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ HFലേക്കുള്ള മെയിൻ സപ്ലൈയുടെ 2 ഫ്യൂസും ബേൺ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമുക്ക് കംപ്ലൈൻറ്റ് അത്യാവശ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആ IC എന്തായാലും റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ആ ഡാമേജായ 2 ഫ്യൂസും മാറേണ്ടി വരും. പുതിയ IC നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യണം. അപ്പം നമുക്കിത് ഡീസോൾഡർ ചെയ്ത് IC റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് മെയിനായിട്ട് ഡാമേജ് ആവാൻ ഉള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ, അതേപോലെ തന്നെ ഇതിൻ്റെ റെക്ടിഫയർ ഡയോഡുകളെല്ലാം ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ സോൾഡർ ചെയ്ത് മാസ്കിങ് ഗ്ലൂ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പം ഈ ജസ്റ്റ് നമ്മുടെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ സൈഡിൽ നമ്മുടെ റെക്ടിഫയർ നമ്മുടെ ബോർഡിൽ നിന്ന് ലൂസായിട്ട് കണക്ഷൻ വിട്ട് കിടക്കുമായിരുന്നു. അതേപോലെ തന്നെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ ഒരു കാലും ലൂസായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഈ ഡാമേജായ IC ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് പുതിയത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. TDA 7293 എന്നാണ് നമ്മുടെ ICയുടെ നമ്പർ. അപ്പോൾ നമ്മൾ പഴയ IC ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ IC നമ്മൾ അതിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോർഡ് IC റിമൂവ് ചെയ്തിട്ട് ഉള്ള അവസ്ഥ. ഇനി നമ്മൾ ഇതിലേക്ക് പുതിയ IC ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. പുതിയ IC ഇൻസ്റ്റാൾ ചെയ്ത് സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പുതിയ IC എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോളെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ പുതിയ IC ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്ത് പിന്നെ നമുക്ക് വീണ്ടും പഴയതുപോലെ സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. പുതിയ 2 ഫ്യൂസ് അതേപോലെ മാറണം.
നമ്മൾ എല്ലാം സോൾഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ലൂസ് കോണ്ടാക്റ്റ് കണ്ട ഭാഗങ്ങളെല്ലാം സോൾഡർ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററൊക്കെ ലൂസായിട്ടിരുന്നതാണ്. സോൾഡറിങ് ഡ്രൈ ആയിട്ട് ഇതെല്ലാം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സോൾഡർ ചെയ്ത ഭാഗങ്ങളെല്ലാം ഇനി ക്ലീൻ ചെയ്യണമെന്ന് ഫ്ലെക്സൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഹീറ്റ് സിങ്കിലേക്ക് ബോർഡ് പഴയതുപോലെ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് ടെസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ബ്ലൂടൂത്തും കണക്ട് ചെയ്യാവുന്ന ഒരു പ്ലെയറും പിന്നെ ഒരു സ്പീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എച്ച് എഫിൻ്റെ ലൈനിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എച്ച് എഫിൻ്റെ പോയിൻ്റ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അവിടെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവ് വയർ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഗ്രൗണ്ടുമായിട്ട്. സ്പീക്കറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മുടെ എച്ച് എഫിൻ്റെ പോയിൻ്റാണ്. റെഡ് വയർ കൊടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പീക്കറിൻ്റെ റെഡ് വയർ. അപ്പം ഇതിനായിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് ഓൺ ആക്കിയിട്ട് നമ്മുടെ എച്ച് എഫ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മുടെ ബ്ലൂടൂത്തിൽ കൂടെ നമ്മളൊരു NCS സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. മൈക്ക് 2-ലാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വോളിയം നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്റ്റർ വോളിയം കൂട്ടി നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നമുക്ക് സൗണ്ട് HF ഔട്ട് കിട്ടുന്നുണ്ട്. ട്യൂട്ടർ മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. ട്രിബിളൊന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ അവസ്ഥ. ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പം നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലായിട്ട് 2 LED കത്തിക്കുന്നത് കാണാം. അത് നമ്മുടെ പവർ സപ്ലൈ ഇൻറ്റേർണലിയുള്ള പവർ സപ്ലൈ ഓക്കെ ആണെന്നുള്ളതിൻ്റെ കാണിക്കാൻ വേണ്ടിയുള്ള ഇൻഡിക്കേറ്ററാണ്. ഇതാണ് നമ്മുടെ ടോട്ടൽ വ്യൂ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പം തുടർന്ന് ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.